ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ, എത്ര സമയമായി? എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 എന്നിങ്ങനെ നീളുന്നു സർക്കാർ കണക്ക്. അത് പറയാ കാണുന്നത്. അല്ല, അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ. അങ്ങനെയാണെങ്കിൽ സംശയം തുടങ്ങി. ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, ഇത് ശരിയാണെന്നല്ലേ? ഇത് ശരിയാണെന്നല്ലേ? പിന്നെന്താ പ്രശ്നം? ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ, എത്ര സമയമായി ഇപ്പൊ പറഞ്ഞു? 1 മണിക്കൂർ. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. എത്ര സമയമായി ഇപ്പൊ പറഞ്ഞു? 1 മണിക്കൂർ. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓഹോ, അപ്പൊ ഇതിനും കൂടി മറുപടി. എന്തൊരു കഷ്ടം. ഏത് ചാനലാ? ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ. അല്ല, ഇപ്പൊ എല്ലാ ചാനലിലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതൊരു പ്രശ്നമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ SDRFന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ്. ഓഹോ, അത് ശരി. എടാ മേലനങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ ഒക്കെ രാഷ്ട്രീയം. ഈ കാശൊക്കെ ഡോക്ടർമാർക്ക് ഉപകരിക്കും. അല്ല, ഈ കാശൊക്കെ ജോളിയായിട്ട് ചെലവഴിക്കാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ. എങ്ങനെയാ? ഒരു വല്ലം